നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഫ്രഷേഴ്സിന് യു എയിലെ ഹോസ്പിറ്റലിലൊക്കെ വിത്തൗട്ട് എക്സ്പീരിയൻസിൽ കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഫ്രഷർ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഫ്രഷർ ആയിട്ട് വന്നവരുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പൊ വീഡിയോ എൻഡ് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് വൈസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോ സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എക്സ്പീരിയൻസിൽ, ഓക്കെ, നമ്മളിപ്പോ ഒരു BSc രജിസ്റ്റേർഡ് നേഴ്സ് പഠിച്ചിറങ്ങിയതിനു ശേഷം നമ്മുടെ ലൈസൻസ് നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ഒരു 6 മന്തിന്റെ ഉള്ളിലാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിയുന്നത്. ഡിപ്പെൻഡ് ഓൺ യൂണിവേഴ്സിറ്റിയുടെ അനുസരിച്ചിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. അപ്പോൾ വൺസ് രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയും എക്സ്പീരിയൻസ് ഉണ്ടാക്കാണ്ട് ഡയറക്റ്റ് DH എക്സാം എഴുതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ആ ഒരു ഫ്രഷറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആ ഒരു 6 മന്ത് രജിസ്ട്രേഷൻ സമയത്ത് പോലും ചിലപ്പോൾ ചില ഹോസ്പിറ്റലിലും കാര്യങ്ങളിലും ഒന്നും എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്രഷർ എവിടെയും വർക്ക് ചെയ്യുന്നില്ല, പഠിച്ചിറങ്ങുന്നു, പിന്നെ ഇത് രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കുന്നു, രജിസ്ട്രേഷൻ കഴിയുന്നു, ആ സമയത്ത് DHAക്ക് പഠിക്കുന്നു, DH എക്സാം എഴുതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, UAലേക്ക് വിസിറ്റിംഗ് എടുത്ത് വരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്നവർക്ക് 0 എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അങ്ങനെയുള്ളവരെ നമ്മുടെ ഇവിടെ ഫ്രഷറും അതുപോലെ തന്നെ വിത്തൗട്ട് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് പോകുന്നത്. അപ്പോ ഫ്രഷർ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വരുന്നതും ഉണ്ട്, വിത്തൗട്ട് എക്സ്പീരിയൻസ്, ഇങ്ങനെ 2 കാറ്റഗറിയിലുണ്ട്. അപ്പോൾ അത് രണ്ടും വ്യത്യാസം തന്നെയാണ്. അതായത് നിങ്ങൾക്കിപ്പോ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ UAയിൽ ഫ്രഷർ ആണെങ്കിൽ അതൊരു വേറെ കാറ്റഗറിയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിന് ജോലി കിട്ടാനും അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ 0 എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇവിടെ വരുവാണെങ്കിൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും. കുറെ അന്വേഷിച്ച് നടന്ന് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് കയറേണ്ടി വരും. അതും ഹോസ്പിറ്റലില് ലെസ് ചാൻസ്, അതായത് ഒരു 100ൽ ഒരു 99 ചാൻസും ഹോസ്പിറ്റലിൽ കയറാനായിട്ട് പറ്റില്ല വിത്തൗട്ട് 0 എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്യണതിന് പകരം ക്ലിനിക്കോ ഹോം കെയറോ ട്രൈ ചെയ്യുമായിരിക്കും 0 എക്സ്പീരിയൻസ് ഉള്ള ഫ്രഷേഴ്സിന് നല്ലത്. അപ്പോ ഉണ്ടാവുമായിരിക്കും. എന്താണ് അപ്പോ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിന് കിട്ടുന്നത്? എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിന് ഉറപ്പായിട്ടും ഫ്രഷർ ആയിട്ട്, അതായത് എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ UAയിൽ ഫ്രഷർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒരു നല്ല സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ ICU, ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ICU അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു എമർജൻസി അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, ഇങ്ങനെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഏരിയയിലൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മച്ച് മോർ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഫ്രഷർ ആയിട്ട് ഇവിടെ വന്നതിനെ കിട്ടാനായിട്ട്. നിങ്ങൾക്ക് 0 എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ കുറെ കഷ്ടപ്പെടേണ്ടി വരും. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും എല്ലാം വേസ്റ്റ് ആക്കേണ്ടി വരും. കുറെ അന്വേഷിച്ച് പിടിച്ച് ലെസ് സാലറി, ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ഒക്കെ എന്നുള്ള ലെവലിലായിരിക്കും നിങ്ങൾക്ക് ജോലി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടാവുക. പിന്നെ ഓരോരുത്തരുടെ ലെക്ക് പോലെ ഇരിക്കും. ചില ഇതിൽ നിങ്ങളുടെ ഇപ്പോൾ വെൽ പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെ വെൽ പെർഫോമഡ് ആണെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, വിത്തൗട്ട് എക്സ്പീരിയൻസിൽ അവർ ഓക്കെ പറഞ്ഞതാക്കും. പക്ഷെ ഹോസ്പിറ്റലിൽ ചാൻസ് വളരെ 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 കുറവാണ് കിട്ടാനായിട്ട്. അതും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ UAയിൽ നമുക്കിപ്പോൾ ഓൾറെഡി റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊന്നും അങ്ങനെ മച്ച് മോർ ആയിട്ട് ഹയർ ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഫ്രഷർ ആയിട്ട് വന്നവർക്ക് ചാൻസ് കിട്ടാനായിട്ട് വളരെ കൂടുതലാണ്. നിങ്ങളുടെ സമയവും പൈസയും വേസ്റ്റ് ആവും. അല്ലാണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ മെയിൻ ആയിട്ട് ഇപ്പൊ പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം അവർ നമ്മൾ എന്തുള്ളൂ ഇന്റർവ്യൂവിനടക്കം വിളിക്കുള്ളൂ. അപ്പൊ പ്രീവിയസ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലോ കാര്യങ്ങളോ കൊടുക്കാം, നിങ്ങളുടെ ഒരു ഇതിൽ നിങ്ങൾക്ക് കൊടുത്തു നോക്കാം. പക്ഷെ എടുക്കാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടുള്ളത്. എക്സ്പെഷ്യലി UAയിൽ വിത്തൗട്ട് എക്സ്പീരിയൻസിൽ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് തന്നെ, അതായത് UAയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലൊന്നും ചാൻസ് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, വിത്തൗട്ട് എക്സ്പീരിയൻസും ഫ്രഷറൊക്കെ ആയിട്ട് വരുന്നവർ. അപ്പൊ ഫ്രഷർ ആയിട്ട് ഇരിക്കുന്നവരും അല്ലെങ്കിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ആരെങ്കിലും UAയിൽ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം കെയർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ക്ലിനിക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നേഴ്സ്, ഹോട്ടൽ നേഴ്സ്, അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ളത് ഒരു കാറ്റഗറികളൊക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് മച്ച് മോർ ഫോക്കസ് ചെയ്തിട്ട് ഇതാക്കാം. ഹോസ്പിറ്റൽ വിട്ട് അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ വിത്തൗട്ട് എക്സ്പീരിയൻസിൽ അവിടെ എടുക്കത്തില്ല. സത്യമായിട്ടും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ഞാൻ പറയുന്നത്. എടുക്കില്ല വിത്തൗട്ട് എക്സ്പീരിയൻസിൽ. അപ്പൊ നിങ്ങൾ അവിടെ ട്രൈ ചെയ്തിട്ട് സമയം കളയണ്ട. എനിക്ക് ഹോസ്പിറ്റൽ തന്നെ വേണം, നിങ്ങളൊരു ഫ്രഷർ ആയിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഹോസ്പിറ്റൽ തന്നെ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾ അല്ലാത്ത കാറ്റഗറിയിലൊക്കെ നോക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കയറി. ലെസ് സാലറി ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഫ്രഷർ ആണ്, ആദ്യമായിട്ടാണ് യു എയിൽ വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കാം. അല്ല നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, നിങ്ങൾ ആദ്യമായിട്ട് വന്നു, ഇവിടെ ലാംഗ്വേജ് എല്ലാം ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക യു എയിൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ട്രൈ ചെയ്യുക. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു കറന്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ ജോലിയിലേക്ക് കയറാനായിട്ട് ചാൻസ് കൂടുതലാണ്, കിട്ടാനും കൂടുതലാണ്. അപ്പൊ എപ്പോഴും അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് വരുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവിടെ മാത്രം അയച്ചുകൊണ്ടിരിക്കരുത്. യു എയില് ഹ്യൂജ് ക്ലിനിക്സ്, ഹ്യൂജ് ഈ നേഴ്സിംഗ് ഫീൽഡ്, നേഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നേഴ്സസിന് ഹ്യൂജ് ആയിട്ടുള്ള റിലേറ്റഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത് നമ്മുടെ യു എയിലുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അതർ അതായത് ക്ലിനിക്സ്, വെറൈറ്റി ആയിട്ടുള്ള ക്ലിനിക്സ് ഉണ്ട്. ഒരു ക്ലിനിക്സ് മാത്രമല്ല, ഞാൻ അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്സുകൾ, കാര്യങ്ങൾ, ഹോം കെയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വിളി വരും, ഇന്റർവ്യൂ എല്ലായിട്ട് പെർഫോം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടും. ലെസ് സാലറി ആയിരിക്കും, ഉറപ്പായിട്ട് ലെസ് സാലറി ആയിരിക്കും. അല്ലാണ്ട് നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ 5, 6, 7, 8 ഒന്നും കിട്ടില്ല. ബിലോ 4 തന്നെ ആയിരിക്കും. അത് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോയാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന സാലറിയിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇച്ചിരിയും കൂടി കൂടുതലല്ലേ, ആ ഒരു സാലറിയിൽ നിങ്ങൾ കയറിയിട്ട് ഒരു എക്സ്പീരിയൻസും ഇവിടുത്തെ ലാംഗ്വേജും കാര്യങ്ങളും ഇവിടുത്തെ പ്രോട്ടോകോളും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഇതാക്കി നിങ്ങളുടെ ലൈസൻസ് ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ട് എന്താക്കുക, അതിൽ വർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഹോസ്പിറ്റല് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടതെങ്കിൽ അതിലേക്കൊക്കെ, അല്ലെങ്കിൽ വാക്കൻസി വരുന്നതിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്കെൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ഓഫിന്റെ സമയത്തൊക്കെ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക. അത് സെലക്ടഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് അവിടെ പോവുക. അപ്പൊ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പൊ അവർ ആ കറന്റ് എക്സ്പീരിയൻസും കാര്യങ്ങളും നോക്കുമ്പോൾ ഒന്നും കൂടി മോർ ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. ഇതാണ് വിത്തൗട്ട് എക്സ്പീരിയൻസിലുള്ള ഫ്രഷേഴ്സിന് ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുള്ളതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ വരുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.